സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ചിന്നു പാപ്പു എന്ന രേഷ്മ ആത്മഹത്യ ചെയ്തതിന് തൊട്ടു പിന്നാലെ രേഷ്മയുടെ ആൺ സുഹൃത്തും ഇപ്പോൾ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി. മഞ്ഞപ്പാടി സ്വദേശി സന്ദേശാണ് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. ഉച്ചയോട് 2:30 കൂടിയാണ് വീട്ടിലെ കിടപ്പുമുറിയിൽ സന്ദേശിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. രേഷ്മയെ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഉളിയത്തടയ്ക്കുള്ള വാടക ക്വാർട്ടേഴ്സിൽ ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. സന്ദേശിനൊപ്പം കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഈ ക്വാർട്ടേഴ്സിലായിരുന്നു ഇവർ താമസം. ഇവർ തമ്മിൽ വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായിരിക്കാം രേഷ്മയുടെ ആത്മഹത്യക്ക് പിന്നിലെന്ന് തുടക്കത്തിൽ പോലീസ് സംശയിച്ചിരുന്നു. അങ്ങനെ സന്ദേശിനെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്ത് സന്ദേശിൻ്റെ ഫോൺ ഉൾപ്പെടെ പരിശോധിക്കുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ ഈ വാക്കുതർക്കമല്ല രേഷ്മയുടെ ആത്മഹത്യക്ക് കാരണമെന്ന് പോലീസ് കണ്ടെത്തുകയും സന്ദേശിനെ പിന്നീട് രക്ഷിതാക്കൾക്കൊപ്പം പറഞ്ഞേക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും ഇപ്പോൾ സന്ദേശ് ആത്മഹത്യ ചെയ്തിരിക്കുന്നു. കടുത്ത മാനസിക വിഷമത്തിലായിരുന്നു. അതായത് രേഷ്മ ആത്മഹത്യ ചെയ്തതിൻ്റെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു സന്ദേശ് എന്നാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അന്ന് ചോദ്യം ചെയ്ത് കഴിഞ്ഞ് വിട്ടയക്കുമ്പോഴും രക്ഷിതാക്കൾക്കൊപ്പം വിട്ടയക്കുന്ന സാഹചര്യമുണ്ടായത്. പോലീസ് വലിയ തോതിൽ സംശയിച്ചിരുന്നു. കാരണം അത്രത്തോളം മാനസികമായി തകർന്ന നിലയിലായിരുന്നു സന്ദേശ് എന്നാണ് പോലീസും വ്യക്തമാക്കിയിരുന്നത്. രേഷ്മയുടെ ജീവിതത്തിലുണ്ടായ പല പ്രശ്നങ്ങൾ, അതായത് സ്വന്തം ഭർത്താവ് മറ്റൊരു യുവതിക്കൊപ്പം വിവാഹിതയായ മറ്റൊരു യുവതിക്കൊപ്പം പോവുകയും അവരുടെ കൂടെ താമസിക്കാൻ തുടങ്ങിയതും അതോടൊപ്പം ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളുമാണ് രേഷ്മയെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് പ്രാഥമികമായി അന്വേഷണത്തിൽ കണ്ടെത്തിയത്. സന്ദേശിന് ഏതെങ്കിലും തരത്തിൽ രേഷ്മ ആത്മഹത്യ ചെയ്യാൻ ഇടയായ സാഹചര്യവുമായി ബന്ധപ്പെട്ട് ബന്ധമില്ല എന്നാണ് പോലീസിന് കണ്ടെത്തിയത്. ഏതായാലും അതിന് തൊട്ടു പിന്നാലെ തന്നെ സന്ദേശ് ഇപ്പോൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. അന്ന് ചോദ്യം ചെയ്യുമ്പോൾ തന്നെ പോലീസ് ഇയാളെ ചോദ്യം ചെയ്യുമ്പോൾ തന്നെ സന്ദേശ് വലിയ തോതിലുള്ള മാനസിക സമ്മർദ്ദത്തിലായിരുന്നു. ഭക്ഷണം പോലും കഴിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നാണ് പോലീസ് പങ്കുവെക്കുന്നത്. അവസാനമായി ഒന്ന് രേഷ്മയെ കാണണമെന്ന് പോലും സന്ദേശ് പറഞ്ഞ സാഹചര്യമുണ്ടായിരുന്നു. അങ്ങനെ മോർച്ചറിയിൽ എത്തി രേഷ്മയെ പോലീസ് കാണിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. പിന്നീട് വിശദമായ മൊഴി രേഖപ്പെടുത്തിയതിന് ശേഷമാണ് ഈ ഒരു പ്രശ്നമല്ല, അതായത് ഇവർ തമ്മിൽ വാക്കുതർക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. വീട്ടിൽ പലപ്പോഴും രേഷ്മയും ഈ സന്ദേശം തമ്മിൽ വാക്കുതർക്കങ്ങൾ ഉണ്ടാകാറുണ്ടെങ്കിലും അതല്ല ആത്മഹത്യയിലേക്ക് രേഷ്മയെ നയിച്ചതെന്ന് പോലീസ് കണ്ടെത്തിയതിനെ തുടർന്നാണ് പറഞ്ഞേക്കുന്ന സാഹചര്യമുണ്ടായത്, സന്ദേശിനെ പറഞ്ഞേക്കുന്ന സാഹചര്യമുണ്ടായത്. അപ്പോഴും സന്ദേശിൻ്റെ ഫോൺ പോലീസ് കസ്റ്റഡിയിലാണ്, ഫോറൻസിക് പരിശോധനയ്ക്കായി എടുത്തിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ദിവസങ്ങളിലെല്ലാം കടുത്ത മാനസിക വിഷമത്തിൽ തന്നെയായിരുന്നു സന്ദേശ് എന്ന് സുഹൃത്തുക്കളും പറയുന്നുണ്ട്. ഇന്ന് ഉച്ചയോടുകൂടി, അതായത് 2:30 കൂടിയാണ് വീട്ടിലെ കിടപ്പുമുറിയിൽ സന്ദേശ് ആത്മഹത്യ ചെയ്തത്. മൃതദേഹം ഇപ്പോൾ കാസർഗോഡ് ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് സൂക്ഷിച്ചിട്ടുണ്ട്. KB ബൈജു, ന്യൂസ് 18 കാസർഗോഡ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.